ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഭക്ഷണ മീഡിയ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എക്സ്പ്രസ് ആണ്. ആൻഡ് ഫൈനലി വി സ്റ്റാർട്ടഡ് എക്സ്പ്രസ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ കാത്തിരിക്കായിരുന്നു എന്ന് എനിക്കറിയാം. കാരണം നമ്മൾ ബിൽഡിംഗ് മോഡ്യൂൾസ് വെച്ച് ചെയ്ത് മടുത്ത് ഗൈസ്. ഓക്കെ, കാരണം അതിൽ ചെയ്യാൻ ഭയങ്കര ടഫാണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്പ്രസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പ്രസ് എന്ന് വെച്ചാൽ നോട്ട് ജെയ്സിനെ കുറച്ചുകൂടി എളുപ്പമായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഒരു കുറേ ബിൽഡിനായിട്ടുള്ള ഫംഗ്ഷൻസ്, അവർ ഉണ്ടാക്കിയ കുറേ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തരും. ആൻഡ് അതൊക്കെ നമുക്ക് വിളിച്ച് നമുക്ക് ആ അതായത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കുറേ സാധനങ്ങൾ അവരൊറ്റയടിക്ക് ഒരു ഫംഗ്ഷനായിട്ട് ഉണ്ടാക്കി തരും. ആൻഡ് അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സിമ്പിളായിട്ട് കോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എക്സ്പ്രസ് ഈസ് എ ഫാസ്റ്റ്, മിനിമലിസ്റ്റിക് ആൻഡ് നമുക്ക് പെട്ടെന്ന് റോബസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്കാണിത്. ഓക്കെ, ഇതാണ് ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ഫ്രെയിം വർക്കാണ് എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ നോട്ട് ജെയ്സിൻ്റെ. ഓക്കെ, ദെൻ നമുക്ക് ഇതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതാണ് npm ഇൻസ്റ്റാൾ എക്സ്പ്രസ് എന്നാണ്. npm എന്ന് വെച്ചാൽ ഒരു പാക്കേജ്, നോട്ട് പാക്കേജ് മാനേജർ എന്നാണ്. അതായത് നിങ്ങൾ ഇവിടെ വന്നിട്ട് npm എന്ന് അടിച്ചു കഴിഞ്ഞാൽ നോട്ട് പാക്കേജ് മാനേജർ എന്നുള്ള സാധനം കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇവിടെ npm pm npm js. ഓക്കെ, ഇതാണ് ആക്ച്വലി ഇതാണ്. ആൻഡ് നമുക്ക് ഇവിടെ ബിൽഡ് അമേസിങ് തിങ്സ്, ഇവർ ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിൽ ഇഷ്ടം പോലെ മോഡ്യൂൾസ് ഉണ്ട്. ഒക്കെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് മോഡ്യൂൾസ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്രസ് ആയില്ലാണ്. ഓക്കെ, കണ്ടില്ലേ, എക്സ്പ്രസ് അതിലത്തെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു ഇതാണ്. കണ്ടില്ലേ, ഇതിൽ വീക്ക്ലി ഡൗൺലോഡ്സ് കണ്ട ഇത്ര അധികമാണ്. ഇത് മെയിൻ ആയിട്ടുള്ള സംഭവമാണിത്. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് ജെയ്സിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ് മെയിൻലി. ആൻഡ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് npm, അതുപോലെ യാൺ എന്ന് പറഞ്ഞൊരു പാക്കേജ് മാനേജർ ഉണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ npmനെ പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ എക്സ്പ്രസ്സിനെ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. എക്സ്പ്രസ്സിൽ വെച്ച് നമുക്ക് തുടങ്ങാം. എക്സ്പ്രസ്സിൽ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, നമുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യം ഫോൾഡർ നമുക്ക് എടുക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഇൻട്രോ ടു എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഗിറ്റിൽ ഞാൻ ഇട്ടിട്ടുണ്ടാവും. ജസ്റ്റ് നോക്കാം. അതിന് cmd അടിക്കുക, ദെൻ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഓപ്പൺ ആയി വരും. ബ്ലാങ്ക് ആയിട്ടുള്ള സാധനം ഓപ്പൺ ആയിട്ട് വരും. നമുക്ക് ഇവിടെ ആദ്യം കമാൻഡ് എന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഇവിടെ ടെർമിനലിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുകയാണ്, ഇത് കാണാൻ. ഓക്കെ, അത് കഴിഞ്ഞാൽ npm i express. ഓക്കെ, ഇതാണ് ആക്ച്വലി ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ഓക്കെ, ഇത് എൻ്റർ കഴിഞ്ഞാൽ ഇത് ഇൻസ്റ്റാൾ ആവും. ഓക്കെ, നമ്മളിപ്പോൾ ജസ്റ്റ് എക്സ്പ്രസിൻ്റെ ഒരു ഇൻട്രോ മാത്രമാണ്. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്നാൽ കുറേ സാധനം എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതായത് ഈ പാക്കേജ് ഡിപ്പെൻഡൻസീസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്ട്, അതുപോലെ npm മിനിറ്റ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ഞാനിപ്പോൾ ചെയ്യുന്നില്ല, ഞാൻ ചെയ്യും പക്ഷേ. ഓക്കെ, അതെപ്പോഴാണ് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഈ പാക്കേജ് ലോക്ക് ഡോട്ട് ജെയ്സൺ, അതുപോലെ ഈ നോട്ട് മോഡ്യൂൾസിലുള്ള ഇത്ര അധികം ഫയൽസ്, ഇതൊക്കെ എന്താ സംഭവം അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞുതരും, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഫയൽ എന്ന് പറഞ്ഞാൽ ആപ്പ് ഡോട്ട് ജെയ്സൺ എന്ന് പറഞ്ഞൊരു ഫയലാണ്. സ്റ്റാർട്ട് ചെയ്യും. അതായത് കോൺസ്റ്റ് എക്സ്പ്രസ് ടു റിക്വയർ എക്സ്പ്രസ്. ഓക്കെ, ഈ സംഭവം ഇവിടെ എടുക്കുന്നത് ഈ എക്സ്പ്രസിന്റെ ഫയലിനകത്താണ് എടുക്കുന്നത്. കണ്ടാൽ നോട്ട് മോഡ്യൂൾസിൽ അറ്റ് ടൈപ്സിൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞ ഒരു ഫയലിനകത്താണ് ഈ സാധനം എടുക്കുന്നത്. ഓക്കെ, അതിലുള്ള ഇൻഡെക്സ് d.ts ഇത് ടൈപ്പ് സ്ക്രിപ്റ്റ് ഫയലാണ്. ടൈപ്പ് സ്ക്രിപ്റ്റ് C++ ഒക്കെ പോലെ നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്ന പരിപാടിയാണ്. ഇത് ഈ ടൈപ്പിന് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തിട്ട്, ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡ്, ഫ്ലോട്ട്, കാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ, ഡെസിമൽ അങ്ങനത്തെ സാധനങ്ങൾക്ക് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യുന്ന സംഭവമാണ് ഈ ടൈപ്പ് സ്ക്രിപ്റ്റ്. ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ്, അതിൽ കുറച്ചും കൂടി ടൈപ്പിന് സ്പെസിഫിക്കേഷൻ കൊടുക്കണം. അതിനാൽ ആപ്പ്, ഓക്കെ, എക്സ്പ്രസിൻ്റെ അകത്തുനിന്ന് ആപ്പ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റിന് നിങ്ങൾ എടുക്കുകയാണ്. ഓക്കെ, ഇതൊരു ഫംഗ്ഷൻ ആണ്. ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ആപ്പിലുള്ള കുറേ സാധനങ്ങൾ നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് ആപ്പ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഞാനൊരു ആപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും, അതായത് ആപ്പ് എങ്ങനെയാണ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നുള്ളൊരു എക്സാമ്പിൾ ഞാൻ കാട്ടിത്തരാം. ഓക്കെ, ആപ്പ് ഇതൊരു ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ഒബ്ജക്റ്റ് ആണ്. ഇതിനുള്ള കുറേ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് കണ്ടില്ലേ, ഇതുപോലെ കുറേ അധികം ഫങ്ഷൻസ് ഉണ്ടായിരിക്കും. ആപ്പ് ഡോട്ട് ഗെറ്റ്, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലും കുറേ സാധനങ്ങൾ ഉണ്ടായിരിക്കും. ആൻഡ് ഇത് ഇവിടെ നമുക്ക് ഇവിടെ എങ്ങനെയുണ്ട്. ഓക്കെ, ഇവിടെ ലോഗിക്കും ഗെറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു ആപ്പ് എടുത്ത് കളയാണ്, നമുക്ക് ഈ ആപ്പ് പിന്നെ യൂസ് ചെയ്യാം. അപ്പൊ ഈ ഒരു ആപ്പ് ഇങ്ങനെ എടുക്കുന്നുണ്ട്.
ഇത് നമ്മൾ ബിൽഡിൻ ആയിട്ട് ഉണ്ടാക്കിയ ആപ്പാട്ടോ. ഇത് അവര് എക്സ്പ്രസ് തരുന്ന ഇപ്പോൾ ഈ ആപ്പ് എക്സ്പ്രസ് തരുന്ന ആപ്പൊന്നല്ല, ഇത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഒരു ആപ്പാണ്. ആൻഡ് ഇതിൽ ഞാൻ കുറച്ച് ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാട്ടി തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഒരു പാരാമീറ്റർ ആണ് കിട്ടുക. അതായത് പരാം എന്ന് കൊടുക്കാം, അതായത് അല്ലെങ്കിൽ റൗട്ട് എന്ന് കൊടുക്കാം. ഓക്കെ, റൗട്ട് കിട്ടും. അതുപോലെ നമുക്ക് ഇവിടെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. ഇവിടെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ് വരുന്നത്. എൻ്റെ ഇവിടെ ഗെറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ നമുക്കൊരു കോൺസ്റ്റന്റ് വേരിയബിൾ എഴുതി കൊടുക്കാം. ഓക്കെ, ഇതിന്റെ ഉള്ളിലൊരു എന്താ റിക്വസ്റ്റ്. ഓക്കെ, നമുക്ക് ആ ബ്രൗസറിൽ നിന്നാണല്ലോ ഇങ്ങോട്ട് റിക്വസ്റ്റ് വരാം. ഈ ഗെറ്റ് എന്ന് വെച്ചാൽ റിക്വസ്റ്റ് ഇങ്ങോട്ട് സെർവറിലോട്ട് എത്തുന്ന പരിപാടിയാണല്ലോ. അതായത് ബ്രൗസറിൽ നിന്ന് റിക്വസ്റ്റ് വരുമ്പോൾ കിട്ടുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ റിക്വസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ബ്രൗസർ എന്തൊരു സാധനം കൊടുക്കും? ഓക്കെ, ഒരു IP അഡ്രസ് ബ്രൗസർ കൊടുക്കണമെന്ന് വിചാരിക്കും. ഓക്കെ, IP എന്ന് പറഞ്ഞൊരു സാധനം. അപ്പൊ അതായത് റിക്വസ്റ്റിനകത്ത് ഒരു IP അഡ്രസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് വിചാരിക്കാം. IP ആൻഡ് നമ്മളിവിടെ ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു IP അഡ്രസ് കൊടുക്കാം. 192.168.1.1. ഓക്കെ, ഇങ്ങനെ ഒരു IP അഡ്രസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു IP അഡ്രസ് ഈ റിക്വസ്റ്റിനെ റിട്ടേൺ ചെയ്യുവാണ്. ഓക്കെ, അതുപോലെ റെസ്പോൺസിൽ എന്താ പറയാ, എന്തെങ്കിലും ഒരു റെസ്പോൺസ് കൊടുക്കണം അല്ലേ? ഓക്കെ, റെസ്പോൺസ് ഇവിടെ ആ മെസ്സേജ് സെൻഡ് ആവുന്ന പോലെ. അതായത് ഇവിടെ ഈ സെൻഡിന്റെ ഉള്ളിൽ ഇതൊരു ഫംഗ്ഷൻ ആണ്, ഇതിന്റെ ഉള്ളിൽ കിട്ടി. ഇതൊന്നും കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് അവരെങ്ങനെ ഉണ്ടാക്കി ഉണ്ടാവും എന്നുള്ളൊരു എക്സാമ്പിൾ കാട്ടിയിരുന്നതാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ആൻഡ് ഈ കോൾ ബാക്ക് ജസ്റ്റ് ഞാൻ വെക്കുകയാണ്. ഈ ഒരു മെത്തേഡ്സ് ഒക്കെ ഞാൻ എടുത്ത് കളയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആയിരിക്കും ഒരു ആപ്പ് ഡോട്ട് ഗെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അതുപോലെ ആപ്പ് ഡോട്ട് ലിസൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഓക്കെ, ആപ്പ് ഡോട്ട് ലിസണിൽ പോർട്ട് നമ്പർ കോൾ ബാക്കും ഉണ്ട്. അതുപോലെ ഇവിടെ ലിസണിങ് എന്ന് പറഞ്ഞ് വരും. അതുപോലെ ഇവിടെ എറർ ഉണ്ടെങ്കിൽ എറർ പാസ് ചെയ്യാനുള്ള സാധനമാണ്. നമുക്കിപ്പോൾ ജസ്റ്റ് ഇവിടെ എംപ്റ്റി ആയിട്ട് കൊടുക്കാം. ആൻഡ് ഇങ്ങനെ ആയിരിക്കണം ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടെ എക്സ്പ്രഷൻ ആപ്പ് എടുത്ത് കളയാണ്. ജസ്റ്റ് ഈ ആപ്പ് എങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നൊരു എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാൻ ആ ഒരു സംഭവം കാട്ടിത്തരാം. അതായത് ആപ്പ് ഡോട്ട് ഗെറ്റ്, നമുക്ക് ഇവിടെ റിക്വസ്റ്റ് റെസ്പോൺസ്. അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ റിക്വസ്റ്റിന്റെ അകത്ത് എന്തുണ്ട്? നമുക്ക് ലോഗ് റിക്വസ്റ്റ് ഡോട്ട് IP. ഗൈസ്, ഇതൊന്നല്ല കേട്ടോ എക്സ്പ്രസ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് എക്സ്പ്രസ് അല്ല, കാരണം ഇത് എങ്ങനെ എക്സ്പ്രസ് ഉണ്ടാക്കിണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ആപ്പ് ഡോട്ട് ഗെറ്റ് നമ്മളൊരു എക്സ്പ്രസിന്റെ സാധനം ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അതായത് ഇതിന്റെ ഒരു സംഭവം ഇതെങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു വർക്ക് ഫ്ലോ കാട്ടിയാണ് ഈ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്നത്. കൺഫ്യൂഷൻ അടിക്കരുത്. ഇവിടെ ഇപ്പോൾ എടുത്ത കോഡിൽ ഞാൻ ഒരു മോഡ്യൂൾ പോലെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ ഈ ഒരു ആപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെന്ന് മാത്രമാണ് കാട്ടിയിരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇവിടെ ഒരു ജസ്റ്റ് നോഡ് ആപ്പ് റൺ ചെയ്യിക്കാം. അതായത് ഈ ഫയലൊന്ന് റൺ ചെയ്യിക്കാം. കണ്ടില്ലേ, നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗെറ്റ്, അതുപോലെ IP അഡ്രസ് കിട്ടിയിട്ടുണ്ട്, ഹലോ വേൾഡ് കിട്ടിയിട്ടുണ്ട്. ഇത് എവിടെ നിന്നൊക്കെ വന്നേ? അതായത് ഇവിടെ ഈ റൗട്ടും കൂടി നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ പ്രിന്റ് ചെയ്യിക്കാം. ഓക്കെ, ROUTE. ഓക്കെ, അപ്പൊ ഈ റൗട്ട് ആദ്യം പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞ സാധനം ഇവിടെ നിന്ന് വരുന്നതാണ്, ഈ കോൾ ബാക്കിൽ നിന്ന് വരുന്നതാണ്. അത് കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ള ഒരു IP എന്ന് പറഞ്ഞ സാധനം ഞാൻ വെറുതെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ റെസ്പോൺസ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അവരുണ്ടാക്കുക. അതായത് ഓക്കെ, നമ്മൾ എഴുതാൻ പോകുന്നത് ഈ ഒരു സാധനമാണ്, സിമ്പിളി ഈ ഒരു സാധനമാണ്. ആൻഡ് ഇത് അവര് ഫ്രെയിം വർക്കിന്റെ അകത്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു സാധനമാണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഞാൻ ഇപ്പോൾ ജസ്റ്റ് സെലക്ട് ചെയ്തിരിക്കുന്ന ആ കോഡ് നമ്മൾ കാണില്ല, നമ്മൾ കാണാത്തൊരു കോഡാണ്. അത് അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കോഡാണ്. ഇതുമാതിരി ആയിരിക്കണം അവർ കോഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ റിക്വസ്റ്റ് റെസ്പോൺസ് ഒക്കെ വരുന്നത്. അത് അവർ തരുന്ന സാധനങ്ങളാണ്. അതിൽ അവരുടെ വാല്യൂസ് ആണ് ഉണ്ടാവുക. അവരെന്ന് വെച്ചാൽ ഈ ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന സംഭവങ്ങളായിരിക്കും ഇത് ഉണ്ടാവുക. അപ്പം എക്സ്പ്രസ് അതൊക്കെ സെലക്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ട് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിക്വസ്റ്റ് IP അഡ്രസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ റെസ്പോൺസ് സെൻഡ് ചെയ്യുന്ന സമയത്ത് റെസ്പോൺസ് സെൻഡ് ആയി കഴിയുമ്പോൾ വയ്ക്കേണ്ട ഒരു മെസ്സേജ് ഇവിടെ പ്രിന്റ് ആവും. അങ്ങനെയാണ് ഈ സാധനം പ്രിന്റ് ആവുന്നത്. ഓക്കെ, അതുപോലെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് ഡോട്ട് ലിസൺ ആണ്. അതായത് ഒരു ലിസൺ ചെയ്യാനുള്ളതാണ്. നമുക്ക് ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളാണ് കേട്ടോ. അതായത് ഇത് കണ്ടില്ലേ, ആപ്പ് ഡോട്ട് ലിസൺ. ആൻഡ് ഈ ലിസണിൽ ഈ പോർട്ട് നമ്പർ ഉണ്ട്. ഈ പോർട്ട് നമ്പർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ലോഗ് ചെയ്യാം പോർട്ട്. ആൻഡ് ഇതുപോലെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഉണ്ട്, നമ്മൾ ജസ്റ്റ് വിളിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ കോൾ ബാക്കിന്റെ അകത്ത് നമുക്ക് ലോഗ് ഇവിടെ ഒന്നും ലോഗ് ചെയ്യാല്ല കേട്ടോ. കോൾ ബാക്കിന്റെ അകത്ത് സെർവർ ഈസ് ലിസണിങ് അറ്റ് പോർട്ട് 3000 എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുവാണ്. ഓക്കെ, കണ്ടില്ലേ, 3000 സെർവർ ഈസ് ലിസണിങ് അറ്റ് പോർട്ട് 3000. അതുപോലെ ഇവിടെ ആ റൗട്ട് പ്രിന്റ് ആയിട്ടുണ്ട്. നമ്മൾ ആ ആപ്പ് എന്ന് പറഞ്ഞ സാധനം
നമ്മൾ ഡീഫോൾട്ടായിട്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ഇത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പേടിക്കേണ്ട, ഇതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ചിലവർക്ക് കൺഫ്യൂഷൻ അടിക്കും, കാരണം എനിക്ക് പഠിക്കുന്ന സമയത്ത് നല്ല കൺഫ്യൂഷൻ ഉണ്ട്, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം, ഇതൊക്കെ ഇങ്ങനെ കിട്ടണം, ഇതൊക്കെ ഇങ്ങനെ ആയിരിക്കും അവർക്ക് കിട്ടണം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു സാധനം അവര് നമുക്ക് തരുന്ന സാധനങ്ങളാണ്, നമ്മൾ കാണില്ല ഈ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അവര് നമുക്ക് തരും, നമ്മളിങ്ങനെ സിമ്പിളായിട്ട് ആപ്പ് ഡോട്ട് ഗെറ്റ് എന്നൊക്കെ പറഞ്ഞ് സിമ്പിളായിട്ട് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഒരു എക്സ്പ്രസിന്റെ സംഭവം നോക്കാം. ഇതൊക്കെ കളയാം. നമുക്ക് നേരത്തെ എടുത്ത പോലെ കോൺസ്റ്റ് എക്സ്പ്രസ് ഈസിക്കൽ ടു റിക്വയർ എക്സ്പ്രസ്. ഓക്കെ, എക്സ്പ്രസ്, അത് കഴിഞ്ഞാല് കോൺസ്റ്റ് ആപ്പ് ഈസിക്കൽ ടു റിക്വയർ ആപ്പ്, അതുപോലെ ആപ്പ് ഡോട്ട് ഗെറ്റ്. ഇതൊക്കെ ഇപ്പോ അവർ തരുന്ന സംഭവങ്ങളാണ്, ഇപ്പൊ ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളല്ല, ഇതൊക്കെ അവർ തരുന്നതാണ്. റെസ്പോൺസ് ഡോട്ട് സെൻഡ്. ഓക്കെ, ദെൻ ആപ്പ് ഡോട്ട് ലിസൺ. ഓക്കെ, നമ്മൾ ശരിക്കും എക്സ്പ്രസ് യൂസ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ നമ്മൾ പ്രിന്റ് ചെയ്യിപ്പിച്ച് കിട്ടിയ സാധനങ്ങൾ ഇതൊക്കെയാണല്ലേ. അപ്പോൾ ഇനി നമ്മൾ ശരിക്കുള്ള സാധനങ്ങളാണ് പ്രിന്റ് ചെയ്യിക്കാനൊക്കെ പോകുന്നത്. അതായത് ഈ റെസ്പോൺസ് ഡോട്ട് സെൻഡ് എന്ന് അടിച്ചപ്പോൾ നേരത്തെ നമുക്ക് ഹലോ വേൾഡ് എവിടെയാ, ഈ ഒരു കൺസോളിലല്ലേ കിട്ടിയ, ഇത് ഞാൻ നേരെ സെൻഡ് ചെയ്തിട്ട് ബ്രൗസറിൽ കിട്ടും. ഓക്കെ, റിക്വസ്റ്റ് അയക്കുമ്പോൾ ബ്രൗസറിൽ സെൻഡ് ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ വേറൊരു സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഡോട്ട് ഐ പി അഡ്രസ്. റിക്വസ്റ്റ് നമ്മളെ സംഭവം അത് അവരുണ്ടാക്കി വെച്ചൊരു സാധനം ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നമുക്ക് കൊടുക്കാം ഐ പി ഗെറ്റ്, അപ്പൊ ലൂപ്പ് ബാക്ക് ഐ പി ആയിരിക്കും കിട്ടാം. ഓക്കെ, കണ്ടില്ലേ, റിക്വസ്റ്റ് ഡോട്ട് കണക്ഷൻ ഡോട്ട് റിമോട്ട് അഡ്രസ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഹെഡേഴ്സിൽ ഇത് ജസ്റ്റ് നമുക്ക് ഇവിടെ ചാറ്റ് ജി പി ടി തന്ന സാധനമാണ്, എനിക്ക് ഇതിന്റെ ഓർമ്മയില്ല, അതുകൊണ്ടാണ് ഐ പി അഡ്രസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്കിവിടെ നോഡ് ആപ്പ് ഇപ്പോൾ സെർവർ ഈസ് റണ്ണിങ് ഓൺ പോർട്ട് 3000 ആൻഡ് നമുക്കിവിടെ ബ്രൗസറിൽ വന്നിട്ട് ലോക്കൽ ഹോസ്റ്റ് 3000 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സെർവർ എടുത്ത പോലെ ഹലോ വേൾഡ് എന്ന് പറഞ്ഞാൽ കിട്ടും. വേറെ വല്ലതും കിട്ടിയെന്ന് നോക്കാം. അതായത് നമുക്കിവിടെ ലൂപ്പ് ബാക്ക് ഐ പി അഡ്രസ് കിട്ടിയിട്ടുണ്ട്. ലൂപ്പ് ബാക്ക് ഐ പി അഡ്രസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 127.0.0.0. ഓക്കെ, ഇതാണ് ലൂപ്പ് ബാക്ക് ഐ പി അഡ്രസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ IPv6, അതായത് നമ്മൾ നേരത്തെ ഇത് എന്ന് പറഞ്ഞാൽ IPv4 ആണ്, അതായത് ഐ പി അഡ്രസ്സിന്റെ വേർഷൻ 4 ആണ്. ആൻഡ് ഇത് എന്ന് പറഞ്ഞാൽ IPv6 ആണ്. ഓക്കെ, ഐ പി അഡ്രസ്സിന്റെ വേർഷൻ 6 മോഡലാണിത്, അതാണ് ഇങ്ങനെ IPv6 ആയതുകൊണ്ടാണ് ഇങ്ങനെ സാധനം വരുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നോക്കാനുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞു. നമ്മളിപ്പോ ഒരു സെർവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാൽ ഞാൻ ഒരു സംഭവം കൂടി കാട്ടിത്തരാം, അതായത് ഒരു HTML ഫയൽ എങ്ങനെ സെൻഡ് ചെയ്യാന്ന് കൂടി കാട്ടിത്തരാം. index.html എൻ്റെ ഇവിടെ HTML5 എൻ്റെ ഇവിടെ ദിസ് ഈസ് HTML5. ഓക്കെ, സെൻഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ റെസ്പോൺസ് ഡോട്ട് സെൻഡ് എന്ന് അടിച്ചു കൊടുത്ത് നമ്മൾ റെസ്പോൺസ് ഡോട്ട് സെൻഡ് ഫയൽ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ഇൻഡെക്സ് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വരും എന്നാണ്. ഓക്കെ, DAR നെയിം, അതായത് ആ ഡയറക്ടറിയുടെ ആ ഒരു ഇതുവരെ, ദെൻ അതിൻ്റെ ഉള്ളിലത്തെ index.html എന്ന് പറഞ്ഞ ഫയൽ സെൻഡ് ചെയ്യാം. നമുക്ക് ഇവിടെ കട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ആപ്പ് റൺ ചെയ്യിക്കാം. അപ്പോൾ സെർവർ ഈസ് റണ്ണിങ് ഓൺ പോർട്ട് 3000. ഓക്കെ, ദിസ് ഈസ് HTML ഫയൽ. ഓക്കെ, അപ്പം ഇൻട്രഡക്ഷന് ഈ സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളൊരു ജസ്റ്റ് ബ്രീഫ് ഇൻട്രഡക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കിയത്. കോൾ ബാക്ക് ഫംഗ്ഷൻ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കിയത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു കിടക്കാച്ച വീഡിയോയിൽ കാണാൻ. ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, സീ യു സൂൺ ആൻഡ് ടേക്ക് കെയർ.